ഹലോ ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന പോലുള്ള 2 പീസ് ജാക്കറ്റ് കുർത്തീസ് ആണ്. അതും നല്ല ഡിസൈനർ ജാക്കറ്റ് കുർത്തീസ് ആണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 4 ജോർജറ്റ് ഫാബ്രിക്. ഇന്നർ വന്നിരിക്കുന്നത് ബോഡി വിത്ത് ലൈനിങ് ആണ്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇന്നർ എ ലൈൻ വന്നിരിക്കുന്നത്. ഔട്ടർ ജാക്കറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കോൺട്രാസ്റ്റ് കളർ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പം ബ്ലാക്കിനകത്തേക്ക് ഒബ്വിയസ്ലി കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ റെഡിഷ് മെറൂൺ ഷെയ്ഡ് അതിനകത്തുള്ള കട്ട് ബീഡ്സും ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് 2 ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. സ്ലീവ്സിൻ്റെ ഹെം ഏരിയയിലേക്കും ഇതുപോലെ തന്നെ നല്ല ഭംഗിക്ക് കട്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് എല്ലാ ബോഡി ടൈപ്സിനും ഒരുപോലെ സ്യൂട്ട് ആകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റയർ ആണ് ഈ ഒരു നമ്മുടെ ജാക്കറ്റ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് എ ലൈൻ എല്ലാവർക്കും ഒരുപോലെ ചേരും. അതിൻ്റെ കൂടെ തന്നെ എ ലൈൻ ഇപ്പോൾ നമുക്ക് മിഡ്റഫ് ഒക്കെ ഇച്ചിരി ഹെവി ആയിട്ടുള്ളവർക്കാണെങ്കിൽ ദുപ്പട്ട ഇടണം എന്നുള്ളവർ, ഭയങ്കര ലൂസായിട്ട് ഡ്രസ്സസ് ധരിക്കണം, അങ്ങനെയാണ് കംഫർട്ടബിൾ എന്നുള്ളവർക്കൊക്കെ ട്രെൻഡി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റയർ ആണ് ജാക്കറ്റ് കുർത്തീസ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് ഇതിനകത്തോട്ടൊരു എൻറ്റയർലി ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലാപ്പ് വരുവാണ്. അപ്പം അതൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റും ആണ്, എന്നാൽ ഒരു നമുക്കിപ്പം ഒരു ക്യാമഫ്ലേജ് ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. ബ്യൂട്ടിഫുൾ കളേഴ്സ് ഉണ്ട്, നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് കേട്ടോ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാം ടോൺ ആണ് ഈ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 2 പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സ്യൂട്ട് ആകുന്നതാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 1199. പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് വരിക. XS to 4XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സ് നോക്കാം, നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിഗോ ഷെയ്ഡാണ് കേട്ടോ. ഇൻഡിഗോ ഷെയ്ഡിനകത്തും സെയിം ഒരു പാറ്റേൺ ആണ്. ഇത് ഇൻഡിഗോ വയലറ്റ് കളറാണ് വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മളങ്ങനെ കോമൺലി കാണാത്ത കൈൻഡ് ഓഫ് കളർ. പ്രൈസ് വരുന്നത് 1199. പ്രീ ബുക്കിംഗ് ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ്. ബ്യൂട്ടിഫുൾ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. അതിനകത്തേക്കും ഈ ഒരു റെഡ് കളറിലെ കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. നന്നായിട്ട് ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന ഒരു ഹാൻഡ് വർക്ക് ആണ്. ഇത് കാണുമ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് തോന്നും, അങ്ങനെയല്ല. 2 സ്ലീവ്സിൻ്റെ സൈഡിലും അതുപോലെ ജാക്കറ്റിലും. പ്രൈസ് വന്നിരിക്കുന്നത് 1199. പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച്. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്. ഇതുപോലെയാണ് അതിനകത്ത് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1199. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം ഡിസ്പാച്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ ആണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ ഷെയ്ഡിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1199. XS to 4XL സൈസസ്. പ്രീ ബുക്കിംഗ് ആണ്. 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും ഡിസ്പാച്ച് സ്റ്റാർട്ട് ആകുന്നത്. എല്ലാ വീഡിയോസിലും ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പറയാറുണ്ട് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഒരു 10-15 വർക്കിംഗ് ഡേയ്സ്, അതായത് 1-1.5 മാസമാണ് നമ്മൾ പറയുന്നത്. അത് അങ്ങനെ തന്നെ പറയാറുണ്ട്. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ 30 വർക്കിംഗ് ഡേയ്സിന് മുന്നേ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ കൃത്യം അപ്പോൾ നമുക്കിപ്പോൾ ഒരു കറക്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഈ സമയം തന്നെ നിങ്ങൾക്ക് കൈ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഒക്കേഷന് വേണ്ടിയിട്ട്, അത് അടുത്ത മാസം വരുന്ന ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് ദയവായി ബുക്ക് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോഴാണ്, അതായത് നല്ലൊരു പീസ് ആ ഒരു പ്രൈസിന് അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതിപ്പോൾ 30 വർക്കിംഗ് ഡേയ്സിന് ശേഷം പ്രയോറിറ്റൈസ് ചെയ്യണം, അന്നേരം പെട്ടെന്നൊന്ന് കിട്ടണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്യും. പക്ഷേ എന്താണെങ്കിലും ഡിസ്പാച്ച് 30 വർക്കിംഗ് ഡേയ്സിന് ശേഷമായിരിക്കും സ്റ്റാർട്ട്, ബിക്കോസ് അങ്ങനെ ഒരു പ്രോഗ്രാമിങ്ങിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്ലാൻ വെച്ചിട്ടാണ്. എപ്പോഴാണേലും എന്തെങ്കിലും ഒരു സർക്കംസ്റ്റൻസസ് എന്തെങ്കിലും എല്ലാ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ലല്ലോ, കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ അവിടെ ഇവിടെയും ഒക്കെ ഡിലേ വന്നിരിക്കാം. നമ്മുടെ നവംബർ ലാസ്റ്റ് പ്രീ ബുക്കിംഗ് പ്രോഡക്റ്റിന് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൽ വെച്ച് നമുക്ക് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും മെയിൽ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. ഡിലേ എല്ലാവർക്കും അല്ല, കുറച്ച് പേരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും ഡിലേ ഉണ്ടായിരുന്നില്ല, കുറച്ച് പേർക്ക് നമ്മൾ മെയിൽ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഡെയിലി 4 വീഡിയോ അതും റെഡി ടു ഡിസ്പാച്ചും പ്രീ ബുക്കിങ്ങും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല, അപ്പോഴാണ് ഈ ഡിലേ ഒക്കെ വരുന്നത്. പക്ഷേ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ദയവായി ഇമെയിൽ കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. ഇമെയിൽ നോട്ടിഫിക്കേഷൻ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.